അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എത്രാമത്തെ ചാപ്റ്റർ ആണ് എടുക്കുന്നത്? 6ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ നമ്മൾ ഇന്ന് നോക്കുന്നത്. നമ്മൾ 5ാമത്തെ ചാപ്റ്റർ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ചിൽഡ്രൻസ് ലിറ്ററേച്ചറിനെ കുറിച്ചായിരുന്നു അല്ലെ? ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്താണ്, അതിൽ മെയിൻ ആയിട്ടും എന്തൊക്കെ ടെക്സ്റ്റുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെ? അതിന്റെ ഒരു ഹിസ്റ്ററി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അങ്ങനെയുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഒരു 5ാമത്തെ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വായിച്ചു നോക്കുക കേട്ടോ. നിങ്ങൾ അത് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തതായിട്ട് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ തന്നെ ബാക്കിയായിട്ട് അല്ലെ, അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന പോലെയാണ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അതിനകത്ത് ഈ 6ാമത്തെ ചാപ്റ്റർ നിങ്ങൾ നോക്കിയിട്ടുണ്ട് അറിയാം. ഇത് ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കഥയാണ് ആലീസ് ഇൻ വണ്ടർലാൻഡ് അല്ലെ? അപ്പൊ ആ ഒരു സ്റ്റോറിയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ആ ഒരു ബുക്ക് ഇറങ്ങിയതിന് ശേഷം അതിന്റെ ഒരു ബാക്കി എന്നതുപോലെ വന്നിട്ടുള്ള ഒരു ബുക്കാണ് ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ബുക്കിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? അതും എന്ത് തന്നെയാണ്, ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ വളരെ ഫേമസ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ബുക്കുകളാണ് ആലീസ് ഇൻ വണ്ടർലാൻഡ് ഒക്കെ അല്ലെ? അപ്പൊ ആ ഒരു ബുക്കിൽ, ഈ ഒരു ആലീസ് ഇൻ വണ്ടർലാൻഡിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഈ ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ആലീസ് ഇൻ വണ്ടർലാൻഡ് നമ്മൾ സിനിമ അല്ലെങ്കിൽ അതിന്റെ ചെറിയൊരു കഥയൊക്കെ നമ്മൾ അവിടെ ഇവിടെ ഒക്കെ കേട്ടൊക്കെ ഉണ്ടാവും അല്ലെ? ഒരു എന്താണ്, ഒരു ഇമാജിനേഷൻ ഉള്ള ഒരു ലോകത്ത് ചെന്നിട്ടുള്ള ഒരു പെൺകുട്ടി അല്ലെ? അവളുടെ കുറച്ച് കഥയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു ഇതിൽ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ് എന്ന് പറയുന്ന ഒരു ബുക്കിലും എന്ത് തന്നെയാണ്, അവള് ഒരു സ്വപ്നത്തിലേക്ക് വഴുതി വീഴുക അല്ലെ? അപ്പൊ ആ ഒരു സ്വപ്നത്തിലേക്ക് വഴുതി വീഴുന്നു. അതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് ആ കുട്ടി കുറെ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് അല്ലെ? കുറച്ച് കോമിക് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ കുറെ അധികം ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെടുന്ന, അതായത് കുട്ടികൾക്കൊക്കെ വളരെയധികം താല്പര്യം തോന്നുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ഈ ചാപ്റ്റർ എന്നൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ അത്ര തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറയുന്ന ആ കഥയെ പോലെ തന്നെ ഈ ഒരു ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ നമ്മൾ നോക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ലൂയിസ് കരോൾ, pseudonym of Charles Lutwidge Dodgson, is a famous as Victorian author of the Alice books. അപ്പൊ നമ്മുടെ ലൂയിസ് കരോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് നമ്മുടെ ഈ ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസും അതുപോലെ തന്നെ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറയുന്ന ആ ബുക്കൊക്കെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഒറിജിനൽ ആയിട്ടുള്ള പേര് എന്താണ്? ചാൾസ് ലട്വിഡ്ജ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒറിജിനൽ ആയിട്ടുള്ള പേര് കേട്ടോ. അപ്പൊ ഇവര് ഒറിജിനൽ ആയിട്ടുള്ള പേര് മറച്ചു വെച്ചുകൊണ്ട് അവര് മറ്റൊരു പേര് സ്വീകരിക്കും അല്ലെ? അത് വെച്ചിട്ടായിരിക്കും ലോകം മുഴുവൻ അറിയപ്പെടുക. അപ്പൊ അതിനെയാണ് നമ്മൾ ഈ സ്യൂഡോണിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് ചാൾസ് ലട്വിഡ്ജ് എന്നാണ്. പക്ഷെ അദ്ദേഹം പേര് എഴുതിയിരിക്കുന്നത് ഏത് പേരിലാണ്? ലൂയിസ് കരോൾ എന്ന് പറയുന്ന പേരിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. He was a mathematician at Oxford and an ordained deacon at Christ Church. അദ്ദേഹം ഒരു മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. Born left-handed, Carroll suffered psychological trauma when he was forced to correct his tendency, but later when he was forced to correct his tendency, he excelled in mathematics and grew equally fond of wordplay and photography. അദ്ദേഹത്തിന് ചെറിയ മാനസികമായിട്ട് ചെറിയൊരു സൈക്കോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കറക്റ്റ് ചെയ്ത് വന്നു. അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മാത്തമാറ്റീഷ്യൻ ആയിട്ട് വളർന്നു വന്നു. Between 1865 and 1899 he wrote Alice in Adventures in Wonderland. അങ്ങനെ 1865 അദ്ദേഹം ആലീസ് അഡ്വഞ്ചേഴ്സ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറയുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആ ബുക്ക് എഴുതിയിട്ടുള്ളത്. Through the Looking Glass and What Alice Found There,
1871, The Waspin Big 1877, The Nursery Alice 1889, and Alice Adventures Underground 1965. ഈ പറഞ്ഞ ബുക്കുകളൊക്കെ ഇദ്ദേഹത്തിന്റെ തന്നെ വർക്കുകളാണ് കേട്ടോ. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടും മുന്നിലായിട്ടും പുറകിലായിട്ടും ഒക്കെ അധികം എഴുതി തീർത്ത വർക്കുകളാണ് ഈ ആലീസിന്റെ പോലെ തന്നെ കുറെ ഇമാജിനറി ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ള ഒരു ബുക്ക്. In this chapter, we will analyze chronologically and in detail ലൂയിസ് കരോൾസ് ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ്. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? നമ്മുടെ ഈ ലൂയിസ് കരോൾ എന്ന് പറയുന്ന ഈ ഒരു വർക്കിന്റെ ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ്, അദ്ദേഹത്തിന്റെ ആ ഒരു വർക്കിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഒരു സമ്മറി പോലെ എന്തൊക്കെയാണ് ആ വർക്ക്, എന്താണ് ആ വർക്ക് എന്ന് നമ്മൾ അറിയാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് നോക്കുകയാണെങ്കിൽ ആലീസ് ലിഡൽ ആൻഡ് ഹിയർ അഡ്വഞ്ചേഴ്സ്. അപ്പോ ഇതിനകത്ത് ഈ കഥാപാത്രത്തിന്റെ പേരെന്താണ്? ആലീസ് എന്ന് മാത്രമല്ല, ആലീസ് ലിഡൽ എന്നാണ് അതിന്റെ ഫുൾ നെയിം. ഓക്കെ, അപ്പൊ അവള് ആലീസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ കുറച്ച് വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ള കുറച്ച് യാത്രകളൊക്കെയാണ് നമ്മൾ ഈ ഒരു ബുക്കിൽ കാണുന്നത്. സോറി കേട്ടോ, ചുമ അതെന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. Alice Liddell is the daughter of Henry George Liddell, the dean of Christ Church College at Oxford. Alice Liddell inspired Carol to write the Alice book. അപ്പോൾ ഈ ആലീസ് എന്ന് പറഞ്ഞ പെൺകുട്ടി ഹെൻറി ജോർജ് എന്ന് പറയുന്ന ഒരു ചർച്ച് കോളേജിലെ ഒരു ഡീക്കൻ അല്ലെ, അവിടുത്തെ ഒരു ഭരണാധികാരിയുടെ മകളായിരുന്നു. അപ്പൊ ഈ ലൂയിസ് കരോളിന് ഈ ആലീസിനെ കുറിച്ചുള്ള ബുക്കുകൾ എഴുതാൻ ഇൻസ്പയർ ആയത് ഈ ഒരു ആലീസ് എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. Carol was fond of the Liddell sisters, particularly Alice Liddell. A diary entry dated 4th July 1862 mentions a boating expedition Carol undertook within the 10 years of old Alice Liddell and her two sisters, and started to tell the children made up fantastical story of a young girl, Alice Adventures. അപ്പോൾ ഈ ചെറിയ ഈ ഒരു പെൺകുട്ടിയുടെ ഒരു കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ആലീസിന്റെ അഡ്വഞ്ചർ എന്ന് പറയുന്ന ഈ സ്റ്റോറി വന്നിട്ടുള്ളത്. He expanded the story and wrote the first novel, Alice Adventures in Wonderland. അങ്ങനെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ വർക്ക് എഴുതി. Which was followed by its sequel, Through the Looking Glass. അങ്ങനെ ആ ഒരു വർക്ക് ഇറങ്ങിയതിനു ശേഷം അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് Through the Looking Glass എന്ന് പറയുന്ന ഈ ബുക്ക് കേട്ടോ. പിന്നെ അതിനുശേഷം What Alice Found There, Through the Looking Glass was published in 1871. When Alice Liddell was already a young woman of 16 and a half. അപ്പൊ അങ്ങനെ ഈ ഒരു പെൺകുട്ടി വളർന്നു വലുതായി ഒരു 16 വയസ്സൊക്കെ എത്തുമ്പോഴാണ് ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. However, in the books she is presented as a 7.5 years old child. പക്ഷെ ആ ഒരു ബുക്കിൽ, ആലീസിന്റെ ആ ഒരു ബുക്കിൽ ഒരു 7 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് നമ്മൾ ഈ ഒരു ആലീസ് ലിഡലിനെ നമ്മൾ കാണുന്നത്. അങ്ങനെ അവളുടെ ആ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഇമാജിനേഷൻ ഒക്കെ കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ബുക്ക് അദ്ദേഹം എഴുതി കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ദ വേൾഡ് ഓഫ് ദ ലുക്കിംഗ് ഗ്ലാസ്. ഇനി ദ ലുക്കിംഗ് ഗ്ലാസ് എന്ന് പറയുന്ന ഈ ഒരു നോവൽ ഉണ്ടല്ലോ, അതൊരു നോവലിന്റെ പേരാണ്. അതായത് ആലീസ് ഇൻ വണ്ടർലാൻഡ് ഒക്കെ പോലുള്ള ഒരു ബുക്കാണ്. അപ്പൊ ഈ ബുക്കിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. Through the Looking Glass sets in an imaginary world in which Alice, a little girl in a conservative patriarchal society, wanders freely. അപ്പൊ നമ്മുടെ ഈ ഒരു ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ് എന്ന് പറയുന്നത് ഈ ആലീസ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഒരു ഇമാജിനറി ലോകമാണ്. അവള് സ്വന്തമായിട്ട് നെയ്തെടുത്ത അല്ലെങ്കിൽ അവളുടെ സ്വപ്നങ്ങളിൽ വന്നിട്ടുള്ള ഒരു ഇമാജിനറി വേൾഡ് ആണ് ഈ ദ ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ് എന്ന് പറഞ്ഞ ഈ ഒരു ബുക്കില് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ. അപ്പൊ എങ്ങനെയാണ്? എ ലിറ്റിൽ ഗേളിനെ കൺസർവേറ്റീവ് പാട്രിയാർക്കൽ സൊസൈറ്റി, ഒരു പുരുഷ മേധാവിത്വമുള്ള ഒരു സൊസൈറ്റിയിൽ വളർന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഈ ആലീസ്. അപ്പൊ അവള് വളരെ ഫ്രീ ആയിട്ട് അവളുടെ ഒരു ലോകത്ത് നടക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൽ കാണുന്നത്.
As the book opens, Alice is found scolding her black kitten for unwinding a ball of yarn. അപ്പൊ നമ്മൾ ഈ നോവലിന്റെ തുടക്കത്തിൽ തന്നെ അവൾക്കൊരു പൂച്ചക്കുട്ടിയുണ്ട്, ഒരു ബ്ലാക്ക് കിറ്റൺ ഉണ്ട്. അപ്പൊ ഈ ഒരു ബ്ലാക്ക് കിറ്റണെ അവള് വഴക്ക് പറയുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഒരു നൂൽപന്ത് അഴിച്ചു കളഞ്ഞ അല്ലെങ്കിൽ നശിപ്പിച്ച് കളഞ്ഞതിന് ആ ഒരു പൂച്ചക്കുട്ടിയെ അവള് വഴക്ക് പറയുന്നതാണ് നമ്മൾ കാണുന്നത്. Confined to the house, she amuses herself through pretended games and lists the mistakes Kitty has made. അങ്ങനെ അവള് സ്വന്തമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു, പൂച്ചക്കുഞ്ഞ് ചെയ്ത തെറ്റുകളൊക്കെ അവള് ഒരിടത്ത് എഴുതി കൊടുക്കുന്നു. അങ്ങനെ അവള് അവളുടേതായ കളിയും ചിരിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. All along, talking to herself and pretending she is in a dialogue with Kitty. അപ്പൊ പൂച്ച സംസാരിക്കുന്നില്ല, എന്നാലും പൂച്ചയുമായിട്ട് അവള് സംസാരിക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അവള് അതിനോട് പെരുമാറുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Playing with the chess piece, Alice asked Kitty if it plays chess and then putting the red queen before Kitty asked to imitate it. അപ്പൊ ചെസ് കളിക്കാനായിട്ട് ഈ പൂച്ചക്കുട്ടികളോട് പറയാം. Scolding Kitty like a Victorian governess, she threatens to put Kitty into the looking glass house for the mischief. അപ്പൊ പറയാണ്, നീ ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ കുറിക്കാത്ത പൂട്ടിയിടും, ഈ ലുക്കിംഗ് ഗ്ലാസിനുള്ളിൽ കയറ്റിയിരിക്കുന്നൊക്കെ പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുകയാണ്. While thinking about the chess game, അങ്ങനെ ഈ ഒരു ചെസ് ഗെയിമിനെ പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ she falls asleep and enters the fantastic world of the looking glass. അങ്ങനെ അവള് വളരെ വിശാലമായിട്ടുള്ള അവളുടെ ഒരു സ്വപ്നത്തിലേക്ക് അവള് വഴുതി പോവുകയാണ്. അപ്പൊ ഈ ചെസ് ഗെയിമിനെ കുറിച്ചാണ് അവളുടെ മനസ്സിൽ നിറയെ. അപ്പൊ അവള് ഉറക്കത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ അവൾ അവിടെ ചെന്നു വേറൊരു ലോകത്ത്, മൊത്തം ഫാന്റസി ഒക്കെ ഉള്ളൊരു സ്വപ്ന ലോകത്തേക്ക് അവൾ എത്തിച്ചേരുകയാണ്. This story runs like the dream of a half-asleep child, in which Alice magically crosses over to the other side of the mirror into the world of looking glass. അങ്ങനെ അവള് സ്വപ്നത്തിലേക്ക് വഴുതി പോയി ഒരു ചെറിയ പെൺകുട്ടിയുടെ ഇമാജിനേഷൻ, അവളുടെ ഒരു സ്വപ്ന ലോകത്തിലൂടെയാണ് നമ്മൾ ഇനി ഈ ഒരു നോവലില് എല്ലാ കാര്യങ്ങളും കാണുന്നത്. ഓക്കെ, അപ്പൊ അവൾ ആക്ച്വലി ചെസ് ഒക്കെ കളിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പൊ സ്വപ്നത്തിലേക്ക് പോയപ്പോ പിന്നീട് അവളുടെ മനസ്സിൽ നിറയെ ചെസ്സും പിന്നെ അവളുടെ ആ ഒരു സ്വപ്ന ലോകത്ത് അവള് കണ്ടുമുട്ടിയ കുറെ ആൾക്കാരും അതിനകത്തെ കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് നമ്മളോട് ഈ ഒരു നോവലിൽ പറയുന്നത്. ഓക്കെ, അത്രയുമാണ് ഈ ഒരു ലുക്കിംഗ് ഗ്ലാസ് എന്ന് പറയുന്ന നോവലിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പൊ അതിനകത്ത് ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളോട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവൾ എന്തൊക്കെയാണ് കണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവളെ ആ ഒരു അവളുടെ ആ ഒരു സ്വപ്ന ലോകത്തില് അവളുടെ ഒരു ഫാന്റസി വേൾഡിൽ അവൾ ചെയ്തത് എന്നൊക്കെ നമ്മളോട് പറയുന്നുണ്ട് അല്ലെ. The use of fantasy not only establishes daydreaming as a motive in the text, but also presents the restricted life of a young Victorian girls who were denied the freedom available to boys. അപ്പോൾ ഇവളുടെ ഈ സ്വപ്നം നമുക്ക് ചെറിയൊരു സ്വപ്നം ലോകം മാത്രമായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. കാരണം അവളൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ വളരുന്ന കുട്ടിയാണ്. അതായത് ഒരുപാട് ഫ്രീഡം ഒന്നുമില്ല, അല്ലെ ആൺകുട്ടികൾക്ക് കിട്ടേണ്ട ഫ്രീഡം ഒന്നും നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ അവൾക്ക് കിട്ടേണ്ട എല്ലാ തരത്തിലുള്ള ഫ്രീഡവും എല്ലാ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള എന്താ എൻജോയ്മെന്റ് ഒക്കെ അവള് എവിടുന്ന് കണ്ടെത്തുന്നു? അവളുടെ ഈ സ്വപ്ന ലോകത്തില് അവള് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫാന്റസി വേൾഡിൽ നിന്നും അവള് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ആലീസ്, എ ലിറ്റിൽ ഗേൾ ഇൻ എ കൺസർവേറ്റീവ് പാട്രിയാർക്കൽ സൊസൈറ്റി, ക്യാൻ വാണ്ടർ ഫ്രീലി ഓൺലി ത്രൂ ഹിയർ ഇമാജിനേഷൻ. അപ്പൊ എന്താണ്? അവൾക്ക് ആകെ അവളുടെ ഒരു സ്വപ്ന ലോകത്തിലൂടെ മാത്രം പറന്നു നടക്കാൻ കഴിയുള്ളൂ അല്ലെ. പക്ഷെ അവളുടെ റിയൽ ലൈഫിൽ അവൾക്ക് ഇങ്ങനത്തെ ഒരു ഇത് കിട്ടത്തില്ല. അതൊക്കെ അവൾക്ക് ഡിനൈഡ് ആണ്, നിഷേധിക്കപ്പെട്ടിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ അവൾക്ക് എങ്ങനെ പറ്റും? ക്യാൻ വാണ്ടർ ഫ്രീലി ഓൺലി ഇൻ ഹിയർ ഇമാജിനേഷൻ. അവളുടെ ഇമാജിനേഷൻ ഉള്ള ഒരു ലോകത്ത് മാത്രമാണ് അവൾക്ക് പറന്നു നടക്കാനായിട്ട് പറ്റൂ. അടുത്ത എന്താണ്? സെൻസ് ആൻഡ് നോൺസെൻസ്. ഈ അടുത്തായിട്ട് ഈ ബുക്കിൽ കുറച്ച് നമുക്ക് എന്താണ് പറയാ, ഇങ്ങനെയൊക്കെ നടക്കുമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിക്കുന്ന പോലത്തെ കുറച്ച് കാര്യങ്ങൾക്ക് ഈ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? Through the Looking Glass has been categorized as a nonsense genre due to the use of nonsense to depict the world of the Looking Glass. അപ്പൊ നമ്മുടെ ഈ റിയൽ ലൈഫിൽ നടക്കാത്ത കുറെ സ്റ്റുപ്പിഡിറ്റി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോൺസെൻസ് എന്ന് നമുക്ക് പറയാം അല്ലെ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. It does not follow any logic and lacks sense. ഇത് പ്രത്യേകിച്ച്
ലോജിക്കുകളും അല്ലെ, അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ഒരു റീസണും ഒന്നും ഇത് ഫോളോ ചെയ്തില്ല, മറിച്ച് എന്താണ് മൊത്തം നോൺസെൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. It has many fantasy elements and subverts any logical reasoning. അതുപോലെ തന്നെ ഇത് ഒരു എന്താണ് നമ്മുടെ ലോജിക്കൽ റീസൺ, അതായത് നേരെയുള്ള കാര്യങ്ങളെയൊക്കെ ഒന്ന് അട്ടിമറിക്കുന്ന രീതിയിലാണ് ഈ ഒരു പെൺകുട്ടികൾ ഈ ലോകത്തെ ഫാന്റസി വേൾഡിലുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് ഭയങ്കര നോൺസെൻസ് ആണ്, ഇങ്ങനെയൊക്കെ നടക്കില്ല എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കേണ്ടി വരും അല്ലെ. It has many fantasy elements and subverts any logical reasoning. It has talking powers അല്ലെ. നമ്മുടെ ലോകത്ത് എന്തൊക്കെയുണ്ട്, സംസാരിക്കുന്ന പൂക്കളുണ്ട്, അതുപോലെ തന്നെ a queen who ran fast to stay at the same place and animals like sheep that shift shape. അപ്പോൾ പൂക്കളെ പോലെ സംസാരിക്കുന്ന അല്ലെ, പൂക്കളൊക്കെ സംസാരിക്കുന്നു, അതുപോലെ തന്നെ ഒരു രാജ്ഞിയുണ്ട്, അത് അതിന്റെ സ്ഥലം സ്ഥിരമാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സ്പീഡിൽ ഓടുന്നു, അതുപോലെ തന്നെ ആനിമൽസ് ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ ഷേപ്പ് ഒക്കെ മാറാൻ പറ്റും, അങ്ങനെയുള്ള ആനിമൽസ് ഒക്കെ ഉള്ള ഒരു ഇമാജിനേഷൻ പിടിച്ച ഒരു ലോകത്താണ് നമ്മുടെ ഈ ഒരു ആലിസിന്റെ കഥ നടക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് നോൺസെൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫാന്റസി നമുക്ക് ഉള്ളത്. The rules of the mirror world are topsy-turvy and are based on the inverted logic of the outside world. അപ്പോൾ പുറം ലോകത്തെ യാതൊരു വിധത്തിലുള്ള ലോജിക്കായിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു ഇമാജിനേഷൻ വേൾഡിൽ നടക്കുന്നില്ല. Alice walked in the opposite direction to reach the red fruit. The cake is passed around first and then sliced. അപ്പോൾ ഈ ചെസ് കളിയെ കുറിച്ചാണ് പിന്നീട് ഈ ഒരു നോവലില് കംപ്ലീറ്റ് ആയിട്ടും ആലീസ് പറയുന്നത് കേട്ടോ. അവൾ എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു, എന്തൊക്കെയാണ് അവള് അതിനകത്ത് ആ ഒരു സ്വപ്ന ലോകത്ത് വെച്ച് അവള് കണ്ടത് എന്നൊക്കെ അവള് പറയുന്നുണ്ട്. ചെസ് മോട്ടീവ്, ഈ ചെസ് എന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് അവള് എന്തൊക്കെ കാര്യങ്ങളാണ് ചെസ്സിന് അവളുടെ ആ ഒരു സ്വപ്നം അവള് കണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ. The world of the novel is laid out in the form of a chess game. അതുകൊണ്ട് തന്നെ ഈ ഒരു നോവലില് കംപ്ലീറ്റ് ആയിട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ ചെസ് കളിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ക്രോസ് ചെയ്ത് പോവുക, ഇങ്ങനെ വെട്ടിയിടുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ചെസ് ഗെയിം അറിയാവുന്നവർക്ക് അറിയാം അല്ലെ. അപ്പൊ അതിനകത്ത് മൊത്തം ചെസ് ഗെയിമിലൂടെയാണ് പിന്നെ ഈ ഒരു നോവലിലെ കംപ്ലീറ്റ് ഈ ഒരു കഥകൾ മൊത്തം പറഞ്ഞു വെക്കുന്നത്. There the land is giant chessboard with the rows separated from each other and divided by books and hedges. അപ്പൊ നമ്മുടെ ആ ഒരു സ്വപ്നലോകം എങ്ങനെ തന്നെയാണ് നമ്മുടെ ഈ ചെസ് ബോർഡ് പോലെ തന്നെ നിറയെ കോളങ്ങളും വേരുകളും ഒക്കെയുള്ള ചെസ് ബോർഡ് കണ്ടിട്ടില്ല, ഇങ്ങനെ കോളങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഫാന്റസി വേൾഡും എങ്ങനെ തന്നെയാണ് ഈ ചെസ്സിന്റെ ഗെയിം പോലെ തന്നെ ഭയങ്കര എന്താണ് കുറച്ച് കോളവും തോടുകളും അല്ലെ വേലിയൊക്കെ പോലെയുള്ളൊരു സ്ഥലങ്ങളൊക്കെ ആയിട്ടാണ് പറയുന്നത്. The structure of the book is also in the form of the chess game. അങ്ങനെ ഈ ഒരു ബുക്കിന്റെ സ്ട്രക്ചർ തന്നെ എങ്ങനെയാണ് ചെസ് ഗെയിമിനെ പോലെയാണ്. The chess motif is a key to the narrative of the book, which can be read at the physical level, metaphysical level and dream world level of the looking glasses. അങ്ങനെ ഈ ഒരു ബുക്കിനെ നമുക്ക് നമ്മുടെ ഒരു ഡ്രീം ലെവലിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു ബുക്കാണ്. ഫോർ എക്സാമ്പിൾ, Alice says that it is a huge game of chess that is being played all over the world. അപ്പൊ ആലീസ് എന്താ പറയാ, ഇതൊരു ചെസ് ഗെയിം ആണ്, ഇത് എല്ലാവർക്കും ലോകത്തെല്ലാവരും കളിക്കുന്നതാണ്. ആൻഡ് വിഷസ് ഷീ കുഡ് ബി വൺ ഓഫ് ദി ചെസ് പീസസ്. അപ്പൊ എനിക്കും ഇതിനകത്ത് ഒരു ചെസ് പീസ് ആവണം. Would not mind being a pawn. Through the course, I should like to be queen bust. Alice also find herself a chess piece, a white pawn. അപ്പൊ അവളൊരു ഞാനൊരു പണയമാണ്, വസ്തുവാണ്, അല്ലെങ്കിൽ ഞാനൊരു പണയമാണെന്ന് പറഞ്ഞിട്ടാണ് ആലീസ് കളിക്കുന്നത്. And a part of the bigger chess game in the narrative. അങ്ങനെ അവള് ആ ഒരു ചെസ് ബോർഡിലെ തന്നെ ഒരു കരുവായിട്ട് അവള് നിൽക്കാനായിട്ടാണ് അവൾ ആഗ്രഹിക്കുന്നത്. As the pawn, Alice progresses from the square to square before she reaches the last square and becomes a queen. അപ്പോൾ അവൾ പറയാണ് ഓരോ കളങ്ങൾ ചാടി ചാടി ക്രോസ് ചെയ്ത് പോകണം അല്ലെ, അപ്പോഴാണ് ഞാൻ ജയിക്കുക. അപ്പൊ അവസാനത്തെ കളം ചാടി കഴിയുമ്പോഴേക്കും ഞാനൊരു ക്യൂനായിട്ട് മാറുമെന്ന് അവൾ പറയുന്നു. Unidirectional progresses on the chessboard and its linearity presents her aging and maturation, where she has to leave behind her childhood and emerge again. അപ്പൊ ഈ ഓരോ ഗെയിം ഇങ്ങനെ കഴിയുമ്പോഴും അവളിലെ മാറ്റം അവള് പറയുന്നു. അതായത് ഓരോ കളി കഴിയുമ്പോൾ അവള് മെച്ചുറായി, പിന്നെ ഒരു ലേഡിയായി,
അഡൽട്ടായി, അങ്ങനെ ഓരോരോ മാറ്റങ്ങൾ അവളുടെ വരുമെന്ന് നമ്മൾ പറയുന്നു. This development fit in with the actual rule of the game of chess. അപ്പോൾ ഈ ഒരു ചെസ് എന്ന് പറയുന്ന ഗെയിമിന്റെ ആക്ച്വൽ റൂൾസുമായിട്ട് ഇവരുടെ ഈ ഒരു നോവലിലെ കാര്യങ്ങളൊക്കെ നരേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അത് സെയിം ആയിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. When upon successfully reaching the last row of the chessboard, a pawn may become any piece of the player desires. അപ്പോൾ കളിച്ച് കളിച്ച് ഈ ചെസ് ബോർഡിന്റെ ഏറ്റവും ലാസ്റ്റത്തെ റോയിൽ വരെ എത്തുമ്പോഴാണ് ശരിക്കുള്ള വിജയം വരിക എന്നാണ് പറയുന്നത്. ആക്ച്വലി അത് ഗെയിം പോലെ തന്നെ. ഓക്കെ. മാർട്ടിൻ ഗാർണർ സേസ് ദ ഗെയിം ഓഫ് ചെസ് ബിക്കം ആൻ അലിഗറി ഓഫ് ലൈഫ് ഇറ്റ്സെൽഫ്. അപ്പോൾ ഈ ചെസ് എന്ന് പറയുന്ന ഈ ഒരു ഗെയിമിനെ ഇവര് എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഒരു ഉപമയ്ക്ക് വേണ്ടിയിട്ടാണ്, ഒരു സാദൃശ്യപ്പെടുത്തി പറയുന്നതിന് വേണ്ടി. അതായത് ഈ ഒരു അവളുടെ ഒരു സ്വപ്ന ലോകത്തെ കാര്യങ്ങളൊക്കെ ഈ ചെസ്സിലെ ഗെയിം പോലെയാണ്, ഇങ്ങനെയാണ് ഓരോന്നും പറഞ്ഞ് ഒന്ന് ഉപമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചെസ് എന്ന് പറയുന്ന ഗെയിമിനെ ഈ ഒരു പ്ലേയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. It draws upon the idea of humans as just chess pieces on the earth with limited influence, like Alice's movement on the board, where things happen to her and she has no real agency. The chess motive helped Carol throw light on the pre-democratic nature of the universe, where free will is an illusion and the humans are merely pawns being moved by an invisible hand. അപ്പോൾ ഇതിനകത്ത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ തന്നെയാണ് ഈ ചെസ് എന്ന് പറയുന്ന ഈ ഗെയിമിനെ പോലെ തന്നെയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ ഒരു ഇൻവിസിബിൾ ഹാൻഡ് അല്ലെ, നമുക്ക് അറിയപ്പെടാത്ത ഒരു അദൃശ്യ കാര്യങ്ങളെ കൊണ്ട് നമ്മുടെ ജീവിതവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നാണ് ഇവരും ഈ ഒരു റൈറ്റേഴ്സും പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ചെസ് എന്ന് പറയുന്ന ഗെയിമിനെ പോലെ തന്നെ നമ്മുടെ കൈകൊണ്ട് മാറ്റി മാറ്റി കളിക്കും അല്ലെ. അപ്പോ നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി എക്സ്ചേഞ്ച് ചെയ്ത് നമ്മൾ ആരുടെയോ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് കൊണ്ടുള്ള ഒരു ഇതും കൊണ്ടാണ് നമ്മൾ നമ്മുടെ റിയൽ ലൈഫ് കൊണ്ടുപോകുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ. ഇനി അടുത്തതായിട്ട് ഇതിനകത്ത് പറയുന്നത്, ഇതിനകത്ത് ഒരു ലാംഗ്വേജ്, നമ്മുടെ ഈ ഒരു പ്ലേയിൽ ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ് എങ്ങനെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ ലാംഗ്വേജ് എന്ന് വെച്ചാൽ കൂടുതലായിട്ടും നമ്മൾ വാഗോണ്ട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ചില ആക്ഷൻസും ചില മൂവ്മെന്റ്സും അല്ലെങ്കിൽ ചിലപ്പോൾ ചില വസ്തുക്കൾ വരെ ഇതിനകത്ത് സംസാരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഒരു കാറ്റഗറിയിലുള്ളൊരു ലാംഗ്വേജ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കരോൾ ഹാസ് യൂസ്ഡ് കോംപ്ലക്സ് ലാംഗ്വേജ് ഇൻ ദ നോവൽ. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. The language is a great confusion for Alice because it is highly nonsensical and unintelligible and in conflict with her sense and use of language. അപ്പോൾ നമ്മുടെ ഈ ഒരു ആലീസിനും എന്ത് തന്നെയാണ്, ഈ ഒരു ലാംഗ്വേജ് വളരെ നോട്ട് സെൻസിബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. The language looks arbitrary, lack sense and nonsensical. Alice that the branches of a tree are called buffs and a tree could bark, buff and buff. In the real world, bark of a tree and bark of a dog are not related. അതായത് ഇവിടെ കുറച്ച് ഹോമോണിംസും ഹോമോഫോണിക്സും, അതായത് നമ്മുടെ സ്പെല്ലിങ്ങിന് ഒരേപോലത്തെ സ്പെല്ലിംഗ് ഉള്ള വാക്കുകൾ ഉണ്ടാവും, പക്ഷെ അതിന്റെ മീനിങ് വ്യത്യാസപ്പെട്ടിരിക്കും. അല്ലെങ്കിൽ ഒരേപോലത്തെ പ്രൊനൗൺസിയേഷൻ ഉണ്ടാവും, പക്ഷെ അതിന്റെ സ്പെല്ലിങ് തെറ്റായിരിക്കും അല്ലെ, വേറെ ആയിരിക്കും. അങ്ങനെയുള്ള കുറെ വാക്കുകൾ, കൺഫ്യൂസിംഗ് ഉള്ളൊരു വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന അങ്ങനെ ഒരു ലാംഗ്വേജ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് പറയുന്നത് കേട്ടോ. Another instance, Alice is bewildered when a frog she meets says, I can't understand if anyone should answer the door unless it has been asking something. Similarly, when Alice begs pardon, the white kings tell her it is not respectable to beg. When Alice says she sees nobody on the road, the king wishes that he had good eyesight to be able to see nobody. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാവാത്ത കുറച്ച് ഭാഷയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ചെസ് കളിക്കാണ്, അപ്പൊ ചെസ്സിൽ എന്താവും, രാജാവും ക്യൂനും അല്ലെ, അങ്ങനെ കുറെ പേരുണ്ട്. അപ്പൊ ഈ വൈറ്റ് കിങ് ആലീസിനോട് പറയുകയാണ്, എനിക്ക് കാഴ്ചയുണ്ട്, പക്ഷെ എന്റെ കാഴ്ച കൊണ്ട് ഇവിടെ ഉള്ളതൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ആലീസ് എന്താ പറയുക? ആലീസ് സേസ് ഐ സീ നോബഡി ഓൺ ദ റോഡ്. എനിക്ക് റോഡിൽ ആരെയും കാണാൻ പറ്റുന്നില്ല എന്ന് പറയും. അപ്പൊ കിങ് തിരിച്ചു പറയാണ്, എനിക്ക് കാഴ്ചയുണ്ട്, പക്ഷെ എന്റെ കാഴ്ച കൊണ്ടും ഇവിടെ ഉള്ളവരൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ അതിനകത്തെ ഒരു പാരഡോക്സ് അല്ലെ, അല്ലെങ്കിൽ അതിനകത്തെ ഒരു ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നോൺസെൻസിബിൾ ആയിട്ടുള്ള കുറച്ച്
ലാംഗ്വേജ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ. The novelist also had used homonyms as a source of confusion. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഡയലോഗ്സും കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് ലാംഗ്വേജുകൾ, അതാണ് ഇവിടെ കൂടുതലായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത്. However, on deeper interpretation, the language is highly orderly and logical and is used in its literal sense. അപ്പൊ കൂടുതലായിട്ടും അതിന്റെ ഒരു ലിറ്ററൽ മീനിങ്ങിൽ നമ്മളത് എടുക്കണം. ലിറ്ററൽ സെൻസിലാണ് അത് കൂടുതലായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത്. Not as Alice's use of names if they do not represent literally. They do not, and goes on to locate several insects in Looking Glass Land, including the rocky horsefly, the snapdragonfly, and the bread and butterfly, that represents the literal meaning of the names. അപ്പോൾ കുറച്ച് ഇൻസെക്റ്റുകളൊക്കെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്, അത് അതിന്റെ ലിറ്ററൽ മീനിങ്ങിൽ തന്നെ നമ്മൾ എടുക്കണം. അതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അത് കൂടാതെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ലാംഗ്വേജും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. Words have the power not only to create events but also manifest them. അപ്പോൾ വേർഡ്സിന് എന്ത് മാത്രമല്ല, ഈവൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് മാത്രമല്ല, അതിനെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവും കൂടെ അതിനുണ്ടെന്നാണ് പറയുന്നത്. Carroll shows this power of language to create events though the use of nursery rhymes that must follow the determine the course of action. അങ്ങനെ കുറച്ച് nursery rhymes പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. Whatever is written in the nursery rhymes shall whatever is written in the nursery rhymes shall come to pass. അങ്ങനെ കുറച്ച് nursery rhymes-ന്റെ റെഫറൻസ് ഒക്കെ ഇതിനകത്ത് ഇവർ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? Humpty Dumpty shall have a great fall. Tweedledee and Tweedledum shall fight over the rabbit, not because but because it is written. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു nursery rhymes-ന് ഇതൊക്കെ ഒരു ലാംഗ്വേജ് ആയിട്ട് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ചില വാക്കുകളും ചില ആളുകളെ ഒക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. Where give rise to the events being spoken. Language is not passive and has the power to predict and predetermine events. അപ്പോൾ ലാംഗ്വേജിൽ എന്താണ്, വരാനിരിക്കുന്ന കാര്യങ്ങളെ കൂടി പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയണം. അല്ലെ, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ചിലപ്പോൾ അവരുടെ മുന്നത്തെ ഒരു ആക്ഷനിൽ നിന്നോ അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വരാനിരിക്കുന്നതും അല്ലെങ്കിൽ മുന്നേ നടന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കിയേ, ദ ട്രെയിൻ ജേർണി ആൻഡ് ട്വീഡ്ലി ആൻഡ് ട്വീഡ്ലിയം. അല്ലെ, ഇനി അടുത്തായിട്ട് ഇതിനകത്ത് പറയുന്നത് ഒരു ട്രെയിൻ ജേർണിയെ കുറിച്ചാണ് കേട്ടോ. നമ്മുടെ ഈ ആലീസ് ഇൻ വണ്ടർലാൻഡിലെ ഒരു ട്രെയിൻ ജേർണി. Through the Looking Glass has real continuity. For example, Alice goes from the second square to the third while trying to avoid some elephants behaving like bees, but she suddenly finds herself in a train compartment with co-passenger, a goat, a beetle, and a man dressed in paper. അപ്പോൾ ഇതിനകത്തൊരു ട്രെയിൻ ജേർണി പറയുന്നുണ്ട്. അതും എങ്ങനെയാണ്, ഇവരുടെ ഒരു ഇമാജിനേഷൻ വേൾഡ് അല്ലെ, അതിനകത്ത് നമ്മൾ കാണാത്ത ഒരു കുറച്ച് ആനിമൽസ് അല്ലെങ്കിൽ അവളുടെ കൂടെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന കുറച്ച് ആനിമൽസ്, അങ്ങനെ കുറച്ച് നമുക്ക് വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്ന കുറെ കാര്യങ്ങൾ ഈ ഒരു ട്രെയിൻ ജേർണിയിലും പറയുന്നുണ്ട്. The appearance of the train shows a child fascination with trains and vessels. Trains are mechanized under of industrial invention. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ട്രെയിൻ ജേർണിയും എന്ത് തന്നെയാണ്, സ്വപ്നത്തിലല്ലേ. അപ്പൊ അവളുടെ ഒരു ഫാസിനേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡ്രീമിന് വരുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. Tweedledee and Tweedledum are the twins whom Alice meet in the fourth square. അങ്ങനെ
ഈ ട്വീഡ്ലി എന്ന് പറയുന്ന രണ്ട് ആളുകളെയാണ് അപ്പോൾ ഈ ഒരു ടീഡ്ലിയം അതർ ട്വിൻസ് ഹൂം ആലീസ് മീറ്റ്സ് ഇൻ ദ ഫോർത്ത് സ്ക്വയർ. അപ്പൊ ഈ ട്രെയിൻ ജേർണിയിലിടയ്ക്ക് നമുക്ക് രണ്ട് ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുത്തുന്നു. അതാരൊക്കെയാണ്? റൈംസ്, നഴ്സറി റൈംസ് ഓഫ് ഇംഗ്ലണ്ട് അല്ലെ, 1886 പബ്ലിഷ് ചെയ്തിട്ടുള്ള ആ ഒരു വർക്കിലുള്ള രണ്ട് ആളുകളെയാണ് ഈ ഒരു ട്രെയിൻ ജേർണിയിലൊക്കെ നമുക്ക് ക്യാരക്ടേഴ്സ് ആയിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. They are the mirror image of each other, suggesting that the world of Looking Glass is based on the theme of inversion. They are the physical inversion of each other and have inverted thought process and represent contradictions and fight. They are fat grown-up men who have been infantilized for being immature and fighting over a rattle-like voice. അപ്പോൾ നമുക്ക് ഈ കാർട്ടൂൺ കഥാപാത്രങ്ങളെ കാണുന്ന തരത്തിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെ ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. Critics see the twins as a satire on the Whigs and Tories of England who were constantly fighting and in disagreement. അപ്പോൾ അന്ന് ഇംഗ്ലണ്ടിൽ നടന്ന വിഗ്സ് ആൻഡ് ടോറീസ് എന്ന് പറഞ്ഞ രണ്ട് ഗ്രൂപ്പുകൾ അല്ലെ, അവരെപ്പോഴും യുദ്ധത്തിലായിരുന്നു. അപ്പോൾ ആ രണ്ട് കാറ്റഗറി ഓഫ് ആളുകളെ റെപ്രസെന്റ് ചെയ്യുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് ഇവരെന്നാണ് ക്രിട്ടിക്സ് അഭിപ്രായപ്പെടുന്നത്. അപ്പൊ ഇവരും എന്തൊക്കെയാണ്? ഈ ഒരു ഫാന്റസി വേൾഡിൽ, ആലീസിന്റെ ഈ ഒരു ഫാന്റസി വേൾഡിൽ നമ്മൾ കാണുന്നത്, ഇവരെയൊക്കെ നമുക്ക് കാണുന്നത്. The twins called Alice for not greeting them and teaching her the social protocol of how correctly shake the right hand. അപ്പോ ഈ ട്വിൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ആലീസിനെ വഴക്ക് പറയുന്നുണ്ട്. എന്തിനാണ്? എനിക്ക് കറക്റ്റ് ആയിട്ട് ഷേക്ക് ഹാൻഡ് തരാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് ഈ ട്വിൻസ് ആലീസിനെ വഴക്ക് പറയുന്നുണ്ട്. ആരൊക്കെയാണ്? ടീഡ്ലി ആൻഡ് ടീഡ്ലിയം. അവർ രണ്ടുപേരും വഴക്ക് പറയുന്നുണ്ട്. Teedley recites The Walrus and the Carpenter, a poem that describes the story of a walrus and a carpenter who trick young Wilby oysters in their underwater home for a stroll and eats them. അപ്പോൾ ഒരു വാൾറസ് ആൻഡ് കാർപ്പൻറ്റർ എന്ന് പറയുന്ന ഒരു പോയത്തിലെ സ്റ്റോറി ഇവിടെ ഈ ട്വിൻസ് പറയുന്നത്. The poem is a nursery rhyme written by Lewis Carroll. അപ്പോൾ അതിനകത്ത് ഒരു നഴ്സറി റൈമോട് ഇവർ കൂടുതലായിട്ടും പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ കുട്ടിയുടെ ഒരു ഇമാജിനേഷൻ വേൾഡ് അല്ലേ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് കാര്യങ്ങൾ വേണേലും അവിടെ ഉൾപ്പെടുത്താം അല്ലെ. ഇമാജിനേഷൻ ആകുമ്പോൾ നമുക്ക് നടക്കാത്ത കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ, നടന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ നഴ്സറി റൈംസ്, അതിലെ കഥാപാത്രങ്ങൾ അങ്ങനെ സംസാരിക്കുന്നു, അവരോട് ഇടപെടുന്നു, അങ്ങനെയൊക്കെ അവർക്ക് തോന്നുന്നത്. The poem Walrus and the Carpenter is a cautionary tale about misleading promises of the corrupt adult world. അപ്പോൾ വലിയ ആളുകളുടെ ലോകത്തിലെ ഈ കറപ്ഷനെ കുറിച്ചും അവരുടെ പ്രോമിസുകളൊക്കെ പറഞ്ഞതിനെ കുറിച്ചുമുള്ള സോങ് ഒക്കെയാണ് നമ്മുടെ ഈ ഒരു വാൾറസ് ആൻഡ് കാർപ്പൻറ്റർ എന്ന് പറയുന്ന ഈ ഒരു നഴ്സറി റൈംസിൽ കൊടുത്തിട്ടുള്ളത്. It portrays the adult world as that lost innocence and the knowledge that comes through the experience of suffering and deception. Carroll raises a metaphysical question on the nature of reality through Tweedly, who tells Alice that she is not real but only a sort of thing in the Red King's dream. അപ്പോൾ ഇത് ആലീസിനോട് പറയുന്നുണ്ട്, ഈ കഥാപാത്രങ്ങൾ നീ ശരിക്കുള്ളൊന്നുമല്ല, നീ ഒരു ഡ്രീം ആണെന്ന് അവളോട് പറയുന്നുണ്ട്. Alice considers this as a nonsense and claims she is real and not an imaginary. പക്ഷെ ആലീസ് അവരോട് വാദിക്കുന്നതാണ്, ഞാൻ സ്വപ്നമൊന്നുമല്ല, ഞാൻ റിയൽ ആയിട്ടുള്ളതാണ്, ഇമാജിനറി ഒന്നും അല്ല എന്ന് ആലീസ് അവരോട് പറയുന്നത്. But Carroll questions if we are indeed a part of some God's dream. The identical twins show the power of language to create events through the use of words. അപ്പോൾ ഈ ഒരു ഐഡന്റിറ്റിക്കൽ ട്വിൻസ് അല്ലെ, രണ്ട് ട്വിൻസിനെ വഴി നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയാണ്? ക്രിയേറ്റ് ഈവൻസ് ത്രൂ ദ യൂസ് ഓഫ് വേർഡ്സ്. അവർ ചെറിയ ചെറിയ വാക്കുകളിലൂടെ, ചെറിയ ചെറിയ പോയിന്റ്സിലൂടെ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ, ഒരുപാട് വലിയ ഈവൻസ്
ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ കൂടുതലായിട്ടും ഈ റൈംസും അതിനകത്തെ ക്യാരക്ടേഴ്സിനും ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ ഒരു ഈവൻസിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിനായിരിക്കും. അപ്പൊ ചെറിയ കാര്യങ്ങളിലൂടെ ഒരുപാട് വലിയ കാര്യങ്ങളൊക്കെ വേൾഡിൽ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഹംപ്റ്റി ഡംപ്റ്റി നമ്മൾ മിക്കവാറും ഈ കാർട്ടൂണിനകത്ത് അല്ലെങ്കിൽ ചെറിയ ചെറിയ നഴ്സറി റൈംസിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഈ ഹംപ്റ്റി ഡംപ്റ്റി എന്ന് വെച്ചാൽ എന്താണ്, ചെറിയ ഷോർട്ട് ആയിട്ടുള്ള പഠിച്ചിട്ടുള്ള ആളുകൾ അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലാവും ചെറിയ കുള്ളന്മാരായിട്ടുള്ള ആളുകൾ തടിയൊക്കെയുള്ള, അപ്പൊ നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു അസ്വാഭാവികത തോന്നും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ഈ ഹംപ്റ്റി ഡംപ്റ്റി എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. When Alice reaches the 6th square, she finds Humpty Dumpty perched atop a wall. The egg purchased from the sheep's shop turns into Humpty Dumpty. Alice recognizes him from any nursery rhyme. Humpty Dumpty asks Alice her name. When she tells her name, Humpty Dumpty declares that Alice is a stupid name since it means nothing and gives us no information about the person. അപ്പോൾ ഈ ഹംപ്റ്റി ഡംപ്റ്റി എന്ന് പറയുന്ന ആ ഒരു ആള് അല്ലെ, അവര് ആലീസിനോട് പേര് ചോദിക്കാം. ഇതൊക്കെ സ്വപ്നത്തിലാണ്, ഇമാജിനേഷൻ വേൾഡിലാണ്. അപ്പൊ പേര് ചോദിച്ചു കഴിയുമ്പോൾ അവളുടെ പേര് ആലീസ് എന്ന് പറയുമ്പോൾ അവര് പറയുന്നതാണ് ആലീസ് എന്ന പേര് ഒരു സ്റ്റുപ്പിഡ് ആയിട്ടുള്ള പേരാണ്. ആ പേര് കേട്ടിട്ട് ആരാണെന്നോ അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരാളാണെന്നോ ഒന്നും അവർക്ക് മനസ്സിലാക്കാൻ കംപ്ലൈന്റ് പറയും. ആലീസ് ഇസ് എ സ്റ്റുപ്പിഡ് നെയിം സിൻസ് ഇറ്റ് മീൻസ് നത്തിങ്. അപ്പൊ ആ പേര് കേട്ടിട്ട് അവർക്കൊന്നും തോന്നുന്നില്ല. Humpty Dumpty says a proper name like Alice must tell us something about the person and his characteristics. അപ്പൊ അവരുടെ അഭിപ്രായം എന്താണ്, ഒരു പേര് പറയുമ്പോൾ അതിനകത്ത് നിന്ന് മനസ്സിലാവണം അത് ആരാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള നേച്ചറുള്ള ആളുകളാണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റണം എന്നാണ് അവരുടെ അഭിപ്രായം. ഇറ്റ് എക്സ്പോസസ് ദ ആംബിഗ്വിറ്റി ഇൻഹെറന്റ് ഇൻ ലാംഗ്വേജ്. A person's name does not represent him in anything. അപ്പൊ അവരുടെ അഭിപ്രായം എന്താണ്, ഒരു കൺഫ്യൂഷൻ വരുന്ന എപ്പോഴാണ് ആ പേര് ആരുടെയാണെന്നോ അല്ലെങ്കിൽ പേര് കേട്ടിട്ട് ആരാണെന്നോ എന്താണെന്നോ ഒക്കെ മനസ്സിലാക്കാൻ പറ്റാത്തപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നതാണ് അവരുടെ അഭിപ്രായം. As Alice complains, Humpty Dumpty on his cravat through, she is insecure that he is wearing a belt or a necktie. Humpty Dumpty says that it is a tie that was an unbirthday present, a present which can be given on any day, which is not one's birthday. The word unbirthday present denotes presents given on non-birthdays. He says in the correct words and what signify is arbitrary. The speaker can make words even whatever he wants them to mean. അപ്പോൾ ഇവരുടെ ഈ വാക്കുകളൊക്കെ നമുക്ക് കുറച്ച് ആവശ്യമില്ലാത്തതാണെങ്കിലോ അല്ലെങ്കിൽ അതുകൊണ്ട് കാര്യങ്ങളൊന്നും മനസ്സിലാവാത്തവരോ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അല്ലെ. He gives new meanings to existing words like glory, which for him mean an argument that knocks down an opponent. By giving his own personal meanings to words, he considered himself to be a master of language. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല എന്ന് പറയും അല്ലെ. അപ്പൊ അവരെന്താ ചെയ്യുക, അവര് വേർഡിന്റെ മീനിങ് ഒന്നും ആയിരിക്കില്ല ഉപയോഗിക്കുക, അവർക്ക് എന്താണോ ആ ഒരു വാക്കിന് ആ ഒരു സിറ്റുവേഷനിലെ മീനിങ് ആയിട്ട് വരിക അതാണ് അവർ പറയുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുക. When I use a word, it means just what I want it to mean. അപ്പോൾ എന്താ അഭിപ്രായം, അവരൊരു വാക്ക് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇറ്റ് മീൻസ് അത് ഞാൻ എന്താണോ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അതുകൊണ്ട് ഞാൻ ആ വാക്ക് അവിടെ ഉപയോഗിക്കുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മൾ മറ്റുള്ളവരറിയുന്ന മീനിങ് ഒന്നും ആയിരിക്കില്ല വേർഡിനുള്ളത്, പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ എന്താണോ അവർക്ക് ഉപയോഗിക്കാൻ തോന്നുന്നത് അവരറിഞ്ഞതൊന്നും പറയണം, നമ്മൾ അതാണെന്ന് വിചാരിച്ചോ. അപ്പൊ അങ്ങനെ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള വളരെ കുറച്ച് വാക്കുകളൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നിയമബന്ധമില്ലാത്ത നമുക്ക് പറയാം അല്ല, ആർബിട്രറി എന്ന് വെച്ചാൽ അതായത് നിയമാനുസൃതമായിട്ടുള്ള ഒരു ലാംഗ്വേജോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു വാക്കുകളോ അതിന്റെ റൂൾസ് ഒന്നും ഉപയോഗിച്ചിട്ടല്ല അവര് സംസാരിക്കുന്നത്. He questions whether is it language that controls us or we own the language. Humpty Dumpty means to say that language is made by humans for their case of communication and we are the masters of language. അപ്പൊ ഹംപ്റ്റി ഡംപ്റ്റിയുടെ അഭിപ്രായം എന്താണ്, to say that language is made by humans. അപ്പൊ അവരുടെ അഭിപ്രായത്തില് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹ്യൂമൻസ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെ, അവരുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആൻഡ് വി ആർ ദ മാസ്റ്റേഴ്സ് ഓഫ് ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്, നമ്മള് മാസ്റ്റർ ആണ്, ലാംഗ്വേജിന്റെ മാസ്റ്റർ ആണെന്നാണ് പറയുന്നത്. Thus, he gives his own interpretation to the words and declares that he will make a word mean whatever he wishes to mean. അതുകൊണ്ട് തന്നെ എന്താണ് പറയുന്നത്,
നമുക്ക് ഏത് വാക്ക് ഉപയോഗിക്കണമോ അത് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. Humpty Dumpty tried Jabberwocky for Alice, the poem written in reverse that she found upon entering the look glass world. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ജാബറോക്കി ഫോർ ആലിസ് ആ ഒരു പാട്ട് അവര് എഴുതിയിട്ടുണ്ട്. The poem seems to be about a boy who goes on an adventure to find Jabberwock. അപ്പോൾ ഇതും എന്തിനെ കുറിച്ചാണ്? ഒരു ബോയുടെ അഡ്വഞ്ചറിനെ കുറിച്ചാണ് ഇതും പറഞ്ഞിട്ടുള്ളത്. A mythical dragon like beast and kills it to return home, tribute to his fathers as a hero. അപ്പം അതൊന്നും നോക്കണ്ട, എന്താണ് ആ ഒരു ഹംപ്റ്റി ഡംപ്റ്റി ഈ ഒരു ഇതിനകത്ത് പറഞ്ഞിരുന്നത്, ഈ ഒരു ഫാന്റസി വേൾഡിൽ അല്ലെങ്കിൽ ആ ഒരു ഡ്രീം വേൾഡിൽ ഈ ഹംപ്റ്റി ഡംപ്റ്റി എന്ന് പറയുന്ന ആ ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ അവരുടെ ലാംഗ്വേജ് അവർ പറയുന്ന ഒരു വാക്കുകളൊക്കെ ഒന്ന് പഠിക്കുക കേട്ടോ. അതൊക്കെ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ എന്താണ് ലയൺ ആൻഡ് യൂണിക്കോൺ. അപ്പൊ ലയണും ഒരു യൂണിക്കോണും ഇതിനകത്ത് ഒരു രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഥാപാത്രം. അപ്പൊ എന്തൊക്കെയാണ് അവര് പറയുന്നതെന്ന് നോക്കാം. എന്തൊക്കെയാണ്? ആഫ്റ്റർ മീറ്റിംഗ് വിത്ത് ഹംപ്റ്റി ഡംപ്റ്റി. അപ്പൊ ഹംപ്റ്റി ഡംപ്റ്റി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറുമായിട്ടുള്ള മീറ്റിങ്ങും അതുമായിട്ടുള്ള ഒരു കോൺവെർസേഷനും ഒക്കെ കഴിഞ്ഞു അല്ലെ. അപ്പൊ അതിന്റെ ഓരോ കഥാപാത്രങ്ങൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊരു ഇമാജിനേഷൻ വേൾഡാണ്, ഫാന്റസിയാണ്. അതുപോലെ തന്നെ അവര് സ്വപ്നം കാണുന്നതാണ് അല്ലെ. അപ്പൊ ആ ഒരു ഫാന്റസി വേൾഡിൽ ഓരോ കാര്യങ്ങളും ഇങ്ങനെ വന്നു കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആഫ്റ്റർ മീറ്റിംഗ് വിത്ത് ഹംപ്റ്റി ഡംപ്റ്റിയുടെ ഒരു ക്യാരക്ടറൊക്കെ വന്നു, അതിന്റെ ഒരു കോൺവെർസേഷനും ഒക്കെ കഴിഞ്ഞു. ആലീസ് മീറ്റ്സ് ദ വൈറ്റ് കിങ്സ് മെസ്സഞ്ചേഴ്സ് ഹട്ട ആൻഡ് ഹൈഗ ഹു വെയർ മാഡ് മാറ്റർ ആൻഡ് മാർച്ച് ഹർ ഫ്രം ആലീസ് ഇൻ വണ്ടർലാൻഡ്. അവിടുത്തെ രണ്ട് ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുക. ദ മെസ്സഞ്ചർ ഇൻഫോംസ് ദ വൈറ്റ് കിങ് ദാറ്റ് ദ ലയൺ ആൻഡ് ദ യൂണിക്കോൺ ആർ ഫൈറ്റിംഗ് ഫോർ ദ കിങ്സ് ക്രൗൺ. അപ്പോൾ ഇതൊരു ചെസ് ഗെയിം ആണെന്ന് പറയുന്നു. അപ്പൊ അവര് പറയാണ് ഈ ലയണും ഈ യൂണിക്കോണും കിങ്ങിന്റെ കിരീടത്തിന് വേണ്ടിയുള്ള അടി നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. A famous nursery rhyme is used to tell the animosity between lion and unicorn. അപ്പൊ ഇവര് തമ്മിലുള്ള ഈ ഒരു വഴക്കും അതൊക്കെ പറയാനായിട്ട് ഇവിടെ പിന്നെയും എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഒരു നഴ്സറി റൈമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അവര് തമ്മിലുള്ള ഒരു ശത്രുത പറയാൻ വേണ്ടി അവരത് ഉപയോഗിച്ചിരിക്കുന്നു. The fight between the lion and the unicorn, traditionally used in Britain's and Scotland's coat of arms in the 20th century. ബേസിക്കലി ഈ യൂണിക്കോണിന്റെ ലയന്റെ ഒക്കെ ശത്രുതയൊക്കെ നമ്മുടെ ഈ 12th സെഞ്ചുറിയിലാണ് അവർ കണ്ടിട്ടുള്ളത്. അങ്ങനത്തെ കഥയും സ്കോട്ട്ലൻഡിലൊക്കെ കോട്ട് ഓഫ് ആംസ് അതിനൊക്കെയാണ് കണ്ടിട്ടുള്ളത്. സിഗ്നിഫൈസ് ദ റൈവൽറി ബിറ്റ്വീൻ ബ്രിട്ടൻ ആൻഡ് സ്കോട്ട്ലൻഡ്. അപ്പോൾ ബ്രിട്ടനും സ്കോട്ട്ലൻഡും തമ്മിലുള്ള ആ ഒരു യുദ്ധത്തിനെയൊക്കെ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു ലയന്റെയും യൂണിക്കോണിന്റെയും തമ്മിലുള്ള ശത്രുതയൊക്കെ നമ്മൾ പറയുന്നത്. The episode also have a topical reference. Political cartoonist and illustrator of Alice books, John Tenniel fabulized the lion and the unicorn to caricature two politicians. അപ്പോൾ ഈ ലയണും ഈ യൂണിക്കോണും തമ്മിലുള്ള ശത്രുത അവര് എന്തിന്റെ സിമ്പിൾ ആയിട്ടാണ് എടുക്കുന്നത്? രണ്ട് പൊളിറ്റീഷ്യൻസ് ഉണ്ട്. അപ്പോൾ ഒരാള് ലയണിനെ സിംബലൈസ് ചെയ്യുന്നു, ഒരാൾ യൂണിക്കോണിനെ സിംബലൈസ് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് പൊളിറ്റീഷ്യൻസിന്റെ ശത്രുതയും ഈ ലയണിനെയും യൂണിക്കോണിനെയും പോലെ തന്നെയാണെന്ന് അവർ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പൊ അത് ആരൊക്കെയാണ്? വില്യം ഗ്ലാഡ്സ്റ്റോൺ ആൻഡ് ബെഞ്ചമിൻ ഡിസ്റേലി. അപ്പോൾ ഈ രണ്ട് പൊളിറ്റീഷ്യൻസും ഈ ലയണിനെയും യൂണിക്കോണിനെയും പോലെ തന്നെയാണ്. അപ്പോൾ അവരുടെ ആ ഒരു ക്യാരക്ടേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യുക അല്ലെങ്കിൽ അതിനെ എന്താണ് എക്സ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു യൂണിക്കോണിനെ ലയണിനെ ഇവരിവിടെ പറയുന്നത്. It also refers to the contemporary politicians of Carol Sage, where Daniel shows the confrontation between the liberal wings and the conversation Tories of his age by making the unicorn look like Disraeli, while the lion is made of resemble Gladstone. അപ്പോൾ ഈ രണ്ട് പൊളിറ്റീഷ്യൻസിന്റെയും ഷേപ്പിലുള്ള അല്ലെങ്കിൽ അവരുടെ ആ ഒരു നേച്ചറാണ് ഈ ലയനും യൂണിക്കോണും എന്നാണ് ഇവർ പറയുന്നത്. These two politicians fought during Queen Victoria's reign. While Queen Victoria was fond of Disraeli, yet it was Lion Gladstone that beat the unicorn all around the town and had a longer stint as the nation's prime minister. അപ്പോൾ ഈ ഒരു ലയണിനെ യൂണിക്കോണിനെയും പറയുന്നത് അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശത്രുക്കൾ, രണ്ട് പൊളിറ്റീഷ്യൻസ്, അവരെ തമ്മിൽ സിംബലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഇവരുടെ ഈ ഒരു ശത്രുതയും പറയുന്നത്. ഇനി അടുത്തായിട്ട് എന്താണ്? In the novel, the unicorn explains that the cake has to be passed around first and cut afterwards. അപ്പോൾ യൂണിക്കോൺ പറയുന്നതാണ്
ഇതിനകത്ത് ഈ കേക്ക് ആദ്യം ഇങ്ങനെ പാസ് ചെയ്ത് നടന്നു, അതിനുശേഷമാണ് അത് കട്ട് ചെയ്യപ്പെടുന്നത്. ഓൺ ബീയിങ് പാസ് അറൌണ്ട് ദ കേക്ക് സ്പ്ലിറ്റ് ഇൻ ടു 3 പീസസ് ഓൺ ഇറ്റ്സ് ഓൺ. അപ്പോൾ ഇങ്ങനെ ഈ പാസ് ചെയ്തിങ്ങനെ നടക്കുന്ന സമയത്ത് കേക്ക് സ്വന്തമായിട്ട് 3 പീസായിട്ട് കട്ടായിട്ടുണ്ട്. ഫിഗറേറ്റീവ്ലി റെപ്രസെന്റിംഗ് the United Kingdom of Wales, Scotland and England and the 3 United Electoral Mandate of the Britain. അപ്പോൾ ഈ 3 കാര്യങ്ങൾ യുഎസും വെയിൽസ് അല്ലെ സ്കോട്ട്ലൻഡ് ഇംഗ്ലണ്ട്, അപ്പൊ ഈ 3 കാര്യങ്ങളെയാണ് ഈ 3 പീസ് സിംബലൈസ് ചെയ്യുന്നതാണ് പറയുന്നത്. അടുത്തായിട്ട് എന്താണ് മീറ്റിംഗ് ദ നൈറ്റ് ആൻഡ് ബിക്കമിങ് എ ക്യൂൻ. അടുത്തായിട്ട് ചെസ് ആണെന്ന് പറഞ്ഞത്. അപ്പൊ ഇനി ചെസ്സിൽ കിങ്ങും ക്യൂനും ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അവരെ മീറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് പറയുന്നത്, ഒരു എപ്പിസോഡായിട്ടാണ് പറയുന്നത്. ബിഫോർ ആലീസ് റീച്ചസ് ദ ലാസ്റ്റ് സ്ക്വയർ ആൻഡ് ഈസ് ക്രൗൺഡ് എ ക്യൂൻ, ലൂയിസ് കരോൾ ഇൻക്ലൂഡ്സ് എ കാരിക്കേച്ചർ സ്കെച്ച് ഓഫ് ഹിംസെൽഫ് ഇൻ ദ ഫോം ഓഫ് വൈറ്റ് നൈറ്റ്. അപ്പൊ ഈ ആലീസ് ചെസ് കളിച്ച് അവസാനത്തെ ആ ഒരു സ്ക്വയറിലേക്ക് എത്തിച്ചേരുന്നതിന് മുന്നേ അല്ലെ, അവസാനത്തെ ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതിന് മുന്നേ, ക്യൂനായി തീരുന്നതിന് മുമ്പേ നമ്മുടെ ഈ ലൂയിസ് കരോൾ ഇത് എഴുതിയിട്ടുള്ള ആള് തന്നെ അയാളെ ഒരു കാരിക്കേച്ചർ രൂപമായിട്ട് കൊണ്ടുവന്നിട്ട് ഒരു ചെറിയൊരു പ്രഭുവിന്റെ രൂപത്തിൽ അയാൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഹു അക്കമ്പനീസ് ആലീസ് ടു ദ 7th സ്ക്വയർ ഇൻ ദ ചാപ്റ്റർ. അങ്ങനെ ആലീസിന്റെ ഒപ്പം 7ാമത്തെ ചാപ്റ്ററിലേക്ക് 7th സ്ക്വയറിലേക്ക് ഈ ഒരു പ്രഭുവും കൂടെ വരുന്നുണ്ട്. In my own invention, Tenniel has a resemblance between the author and the white knight in terms of their shaggy hair, gentle face and large mild eyes and other physical features. അപ്പോൾ ഈ ഒരു പ്രഭുവിന് എന്താ പറയുക, നമ്മുടെ ഈ ഒരു റൈറ്ററിന്റെ ചെറിയ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. The knight with his sword clearly shaped like a cross is similar to Carol. അപ്പോൾ ഈ നൈറ്റിന്റെ കയ്യിലുള്ള ഒരു വാളും ഇതൊക്കെ ശരിക്കും ഈ കരോളിന്റെ കയ്യിലുള്ള ഈ ഒരു അപ്പിയറൻസ് പോലെ തന്നെയാണെന്ന് പറയുന്നത്. The clergyman as a guardian of religion and defender of truth and morality, the knight shares the same trait as Carol. The knight was an upward gait, rides miserably, and repeatedly falls off the steed of Carol's focused charmer. അങ്ങനെ ഒരു സ്റ്റാമറിങ്ങോട് കൂടിയൊക്കെ സംസാരിക്കുന്ന ഒരാളായിട്ടാണ് ഇവിടെ കരോൾ വരുന്നത്. The knight also is fond of wordplay and is a great inventor of things just as Carol was. അപ്പോൾ ഈ ഒരു പ്രഭു എങ്ങനെ തന്നെയാണ് നമ്മുടെ ഈ റൈറ്ററിനെ പോലെ തന്നെ വേൾഡ് പ്ലേയിലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. The knight carries an array of objects like a beehive, a dish, a mousetrap, and a little box to keep cloth and sandwiches, and has invented anklets to save the horse from sharp bites. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. Through these objects may have little utility, it reminds us of knick-knacks such as painted animals, chess set of travelers, sealing wax and other things that Carol invented. അപ്പോൾ ഈ കരോൾ ഒറിജിനൽ ലൈഫിൽ ചെയ്യുന്ന പോലെ തന്നെയുള്ള ചെറിയ ചെറിയ ഇദ്ദേഹത്തിന്റെ ഈ ക്യാരക്ടേഴ്സിനോട് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു നൈറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു ക്യാരക്ടറിനും ഉണ്ടെന്നാണ് പറയുന്നത്. The white knight is the only character in the world of looking glass that is chivalrous and kind to Alice and save her from the evil red knight. അങ്ങനെ ഈ ഒരു കഥയില് ഈ ഒരു വൈറ്റ് നൈറ്റ് അല്ലെ, വൈറ്റ് ഈ പ്രഭുവിന് മാത്രമാണ് ആലീസിനോട് ഒരു സിമ്പതി ഉള്ളത്, അല്ലെങ്കിൽ ആലീസിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് ഈ ഒരു നൈറ്റ് മാത്രമാണ്. ബിഫോർ ഹെൽപ്പിംഗ് ഹെർ ക്രോസ് ദ ഫൈനൽ ഫ്രണ്ടിയർ, the knight sings a parting song to about humans growing older, losing their innocence. അപ്പോൾ ഈ ഒരു ചെസ് ഗെയിം അവസാനത്തിലേക്ക് എത്തുന്നു, അതുപോലെ തന്നെ ആലീസും ഏറ്റവും അവസാനത്തെ ഒരു ഇതിലേക്ക് എത്തുമ്പോൾ അവരൊരു പാട്ട് പാടുന്നു. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഒരു പാട്ടാണ് ഈ നൈറ്റ് പാടുന്നത്. മനുഷ്യന്മാരുടെ ഒരു വലുതാവുന്നതോറും അവരുടെ ഒരു ഇന്നസെൻസ് ഒക്കെ നഷ്ടപ്പെടുന്നു, അതിനെ കുറിച്ചുള്ള ഒരു പാട്ടാണ് പാടുന്നത്. The song is Carol's tribute to his friendship with young Alice and a sad realization that they inevitably have to be part based upon Alice's maturation into a young woman. അപ്പോൾ ഈ പാട്ട് പാടുന്നത് ഈ നൈറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് പാടുന്നത്, ഈ ആലീസുമായിട്ടുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആദരവിന് വേണ്ടിയിട്ടാണ്. പിന്നെ അവൾ ചെറിയ കുട്ടിയല്ല, അവൾ വളർന്നു വലുതായി വലിയൊരു കുട്ടിയാവുകയാണ്, യങ് വുമൺ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പോലെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ് ഈ ഒരു പാട്ടിൽ നിന്ന് നൈറ്റ് ഉദ്ദേശിക്കുന്നത്.
ഇത്രയുമാണ് നമ്മുടെ ആ ഒരു മീറ്റിംഗ് വിത്ത് നൈറ്റ് അല്ലെ, ആ നൈറ്റുമായിട്ടുള്ളൊരു മീറ്റിങ്ങിലൂടെ ആലീസിന്റെ ആ ഒരു ഇമാജിനറി വേൾഡിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്തായിട്ട് അവസാനമായിട്ട് ഈ ഒരു കഥയിൽ എന്താ പറയുന്നത്? ഇറ്റ് ബിക്കംസ് ദ എൻഡ് ഓഫ് ദി ഗെയിം ഓഫ് ചെസ് ആൻഡ് ആലീസ് വേക്ക് അപ്പ് ആൻഡ് റിയലൈസസ് ദാറ്റ് ഷീ ഹാഡ് എ ഡ്രീം. അങ്ങനെ ആ ഒരു നൈറ്റുമായിട്ടുള്ളൊരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ്, അതായത് ആ ഒരു റൈംസ് ആ ഒരു പാട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആലീസ് ഈ ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണ്. അപ്പോൾ അവൾ മനസ്സിലാക്കുന്നത് ഞാൻ ഇത്രയും നേരം കണ്ടത് ഒരു ഫാന്റസി, അവളുടെ ഒരു ഇമാജിനേഷൻ ഡ്രീം ആയിരുന്നു, അത് റിയൽ ആയിട്ടുള്ള കാര്യമല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. She wonders if it was she who was dreaming or whether she was indeed living a king's dream. At the end of the book, Carol questions the nature of our existence and the question of whose dream is it that we are living. അങ്ങനെ ഈ ആലീസിന്റെ ഈ ഒരു സ്റ്റോറിയുടെ ഒക്കെ അവസാനത്തിൽ, ഈ ഒരു സ്വപ്നത്തിന്റെ ഒക്കെ അവസാനത്തിൽ നമ്മുടെ ഈ ഒരു നൈറ്റ് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ കരോള് നമ്മളോട് ചോദിക്കുകയാണ്, ഓർഡർ നമ്മളോട് ചോദിക്കുകയാണ്, വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് അവർ എക്സിസ്റ്റൻസ്, നമ്മുടെ ഒരു നിലനിൽപ്പിന്റെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം എന്താണ്. അതുപോലെ തന്നെ ആൻഡ് ദ ക്വസ്റ്റ്യൻ ഓഫ് ഹൂസ് ഡ്രീം ഇസ് ഇറ്റ് ദാറ്റ് വി ആർ ലിവിങ്, ആരുടെ സ്വപ്നത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആരുടെ സ്വപ്നത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്നൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഒന്ന് റിയലൈസ് ചെയ്യണം എന്നൊരു മെസ്സേജോട് കൂടിയാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ദ ലുക്കിംഗ് ഗ്ലാസ് അല്ലെ, ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ് എന്ന് പറയുന്ന ഈ ഒരു കഥയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആലീസിന്റെ വണ്ടർലാൻഡ് അല്ലെ, ആലീസ് അഡ്വഞ്ചേഴ്സ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറയുന്ന ആ ഒരു ബുക്കിന് ശേഷം വന്നിട്ടുള്ള ഒരു ബുക്കാണ് ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ്. അപ്പോൾ അതിൽ ആലീസിന്റെ ഒരു ഡ്രീം അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ് അല്ലെ. അപ്പൊ ആ ഒരു സ്വപ്നത്തിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ, അപ്പൊ അത് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ചെസ് ഗെയിമിലൂടെയാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് അല്ലെ, ആ ഒരു സ്വപ്നത്തിൽ അവൾ കണ്ട കാര്യങ്ങൾ, അവൾ എക്സ്പീരിയൻസ് ചെയ്തത്, അവൾ കുറച്ച് റൈംസ് കേൾക്കുന്നു, കുറെ റൈംസിലുള്ള കുറെ ക്യാരക്ടേഴ്സ്, നമുക്ക് പരിചയമുള്ള കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ അതിനകത്ത് പ്രത്യക്ഷപ്പെടും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ് എന്ന് പറയുന്ന ആ ഒരു ബുക്കിനെ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയാൽ കാണാം ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ the chess motif is central to our understanding the true looking glass. അപ്പോൾ ഈ ചെസ് തന്നെയാണ് ഇതിനകത്ത് സെൻട്രൽ ആയിട്ട് വരുന്ന ഒരു തീം എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ് ചോദ്യങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് ആൻസറും ഒക്കെ ഇതിന്റെ ബാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, അത് ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, കാരണം നമ്മൾ വായിച്ച് കഴിഞ്ഞതിനകത്തൊക്കെ തന്നെയാണ് കേട്ടോ. അത് വളരെ എളുപ്പമുള്ളതായിരിക്കും, അത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കുക. ഇവിടെ ഷോർട്ട് നോട്ട് ചോദിച്ചതിനകത്ത് നമ്മൾ ആ റൈംസ് ഒക്കെ പറഞ്ഞല്ലോ, ടീഡ്ലി ആൻഡ് ടീഡ്ലിയം, അതൊക്കെ ആരാണ്, ആലീസ് ആരാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ചോദ്യങ്ങൾ. അതൊക്കെ നമ്മൾ പറഞ്ഞതിനകത്തൊക്കെ തന്നെയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ്, അതും ഒന്നുകൂടെ വായിച്ചു നോക്കാം കേട്ടോ. അപ്പൊ അതും ഒന്നുകൂടെ വായിച്ചു നോക്കാം. പിന്നെ ഇതിനകത്ത് കൂടുതലായിട്ടും നിങ്ങൾ എന്താ പറയാ, ഈ നോവല് എന്താണെന്ന് നമ്മൾ വെറുതെ ഒരു സമ്മറി പോലെ പറയുന്നതിന് പകരമായിട്ട് ഇതിനകത്ത് ആ സ്വപ്നത്തിൽ വരുന്ന പരിചയപ്പെടുന്ന ആളുകളെ പറ്റിയും ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സിനും കൂടെ ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. അത് ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ്, ഏതൊക്കെ ഇതില് പറയുമ്പോഴാണ് അവർ വരുന്നതെന്നൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഡിസ്കസ് ആൻഡ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ടു ക്യൂൻസ് വിത്ത് ദ ലുക്കിംഗ് ഗ്ലാസ്. അപ്പൊ ഇതിനകത്ത് റെഡ് ക്യൂവിനെ കുറിച്ച് എടുത്തിട്ടുണ്ട്, വൈറ്റ് ക്യൂവിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ചെസ്സിനകത്തൊക്കെ ഉള്ള ഇതിനകത്ത് ആ ഒരു പസിലിനകത്തൊക്കെ ഉള്ളതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് റെഡ്, എന്താണ് റെഡ് ക്യൂന്, എന്താണ് വൈറ്റ് ക്യൂന് എന്ന് ഉദ്ദേശിക്കുന്നത്, അതൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഹംറ്റി ഡംറ്റി എന്ന് പറയുന്ന ആ ഒരു ഫാറ്റ് ആയിട്ടുള്ള അല്ലെ, ചെറിയ ഫാറ്റ് ആയിട്ടുള്ള ആളുകളാണ് ഹംറ്റി ഡംറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ക്യാരക്ടേഴ്സിനെ എങ്ങനെയാണ് ഈ നോവലിൽ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ, ആലീസുമായിട്ട് അവരുടെ ഇന്ററാക്ഷൻ, അതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ
അത് ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഗൂഗിൾ എടുത്തിട്ട് ഈ ഒരു ടെക്സ്റ്റിന്റെ പേരടിച്ചു കൊടുക്കുക. ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ് സമ്മറി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഡിഫിക്കൽട്ട് അല്ലാണ്ട് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചിലപ്പോൾ അതിന്റെ സമ്മറി കിട്ടിയേക്കാം. ഓക്കെ, അപ്പൊ അതും വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ അകത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കിയാൽ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഇനി ഇത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്ലാസ് കണ്ടതിന് ശേഷം വേറെ അഡീഷണൽ ആയിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നോട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. പിന്നെ എക്സാമിന് നമുക്ക് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് തന്നെ വരുന്നുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് കൂടുതലായിട്ട് വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ് ഒക്കെ കണ്ടതിന് ശേഷം പറയുക. ഓക്കെ, താങ്ക് യു.